അപ്പോൾ ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നത് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം, കോൺഗ്രസ്സുകാർ പാർട്ടി ചട്ടക്കൂടിൽ അക്ഷരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും ബി ജെ പിക്ക് സൂഹിക്കുന്ന മാത്രം വർത്തമാനം പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം നമ്മൾ. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എം പി പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിന് ജൻസികളെ ആകർഷിക്കാൻ കഴിയാത്തതാണോ അതോ പാർട്ടിയിലേക്ക് പുതിയ ശബ്ദം കേൾക്കാൻ തയ്യാറാകാത്തതാണ്. മുൻപ് തന്നെ കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചിട്ട് ചന്ദ്രപഥത്തിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ അത്രയും ആളുകളെ കോൺഗ്രസിനെ ആകർഷിക്കാൻ കഴിയുന്നില്ല. ആര് പറഞ്ഞു എന്ന രീതിയിലാണ് ശശി തരൂരിന്റെ പ്രസ്താവന വന്നത്. അല്ല, ഞാനതിൻ്റെ പ്രസ്താവന ചില മാധ്യമങ്ങളിലൂടെ കണ്ടതേ എനിക്കും അറിയുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇന്നലെ ഇപ്പോൾ അലഹബാദിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിപാടി. ഈ പറയുന്ന താങ്കൾ അത് കണ്ടിട്ടുണ്ടോ അറിയില്ല. അലഹബാദ് പരിപാടി, ആ അലഹബാദ് പരിപാടി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ആ പരിപാടി പരമാവധി തകർക്കാൻ ശ്രമിച്ചു. ആ പരിപാടിയിലേക്ക് പോകുന്ന വഴിയിൽ പോലും വിസർജ്യ മാലിന്യം വരെ അവർ വിതറി. ഞങ്ങളിതിൽ പറഞ്ഞതാണത്. എത്രയേറെ പ്രകോപനം. ആദ്യം വെന്യൂ നിഷേധിപ്പിച്ചു, സ്കൂൾ കോളേജിൻ്റെ മാനേജറെ കൊണ്ട് വെന്യൂ നിഷേധിപ്പിച്ചു. പിന്നീട് വെന്യൂ അനുവദിച്ചു, പക്ഷേ വെന്യൂവിലേക്കുള്ള വഴിയിൽ അകാരണമായിട്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇന്നലെ അവിടെ കണ്ട രംഗം എന്തായിരുന്നു? അലഹബാദ് കണ്ട രംഗം അത് കോൺഗ്രസ്സുകാരല്ല, യൂത്ത് കോൺഗ്രസ്സുകാരും NSUക്കാരും ഒന്നുമല്ല, ഇന്ത്യയിലെ ഈ റിയൽ ജൻസി. അതുതന്നെയായിരുന്നു കോട്ടയിലുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെയായിരുന്നു ഡെറാഡൂണിലുണ്ടായത്. ഞങ്ങളിത് ഈ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ പെലറ്റ് ഗൺ ഉപയോഗിച്ച വിദ്യാർത്ഥിയെ ആദ്യമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥിനികളെ തല്ലിയ വിദ്യാർത്ഥിനികളെ പോലീസുകാർ തല്ലിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് നാളിതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തവണ്ണം പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം പോയത്. രാജ്യം തന്നെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഏറ്റവും വലിയ സമരമാർഗമായിരുന്നു അത്. ജൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നത് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം, കോൺഗ്രസ്സുകാർ പാർട്ടി ചട്ടക്കൂടിൽ അക്ഷരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും ബി ജെ പിക്ക് സൂഹിക്കുന്ന മാത്രം വർത്തമാനം പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. ബി ജെ പിക്ക് സൂഹിക്കും രാഹുൽ ഗാന്ധിയെ രണ്ട് കുറ്റം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രണ്ട് മോശം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിൽ നിന്നും നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞ് അദ്ദേഹം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല, അറിഞ്ഞ് അദ്ദേഹം പറയാൻ സാധ്യതയുമില്ല, അറിഞ്ഞോ അറിയാതെയോ അത്രയും കാലം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയിലെ ഒരു ചട്ടക്കൂടിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ ചട്ടക്കൂടിന് പുറത്തു വെക്കുന്ന ഒരു പ്രസ്താവനയല്ലേ, അതിനെതിരെ നടപടികൾ അല്ല. ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ട്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ കണ്ടില്ലാത്ത വണ്ണം യുവതലമുറ പ്രക്ഷോഭത്തിൻ്റെ വഴിയിലാണ്. ഈ സർക്കാരിൽ നിന്നും മടുത്തിരിക്കുകയാണ് അവർ. ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ടാണ് ഏറ്റവും ശക്തവും ഏറ്റവും സുസജ്ജവുമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എവിടെ മാത്രമല്ല, ഇത് മൂന്ന് മാത്രമല്ല, ഇനി ഇന്ത്യയിലൊട്ടാകെ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവേദിക്കുന്ന പരിപാടികൾ. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, വിദ്യാർത്ഥികൾക്ക് എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാം. പരസ്യമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുകയാണ്, എന്ത് ചോദ്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പെട്ടോടുന്ന, ചോദ്യങ്ങളെ പേടിച്ച് സഭയിൽ പോലും വരാത്ത അമിത്ഷായ്ക്കും മോഡിക്കുമുള്ള മറുപടിയാണത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും എന്നോട് ചോദിക്കാമെന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ എല്ലാ കോൺഗ്രസ്സുകാരും അല്ല രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞതിൽ കൃത്യമായിട്ട് ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ.